ഹായ്. പോസ്റ്റ് മാർക്കറ്റ് ബ്രേക്ക് ഡൗൺ എടുക്കുകയാണ് ഞാൻ പറഞ്ഞത്. എനിക്കൊരു ഐഡിയ ഇല്ലെന്ന്. അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ പറയാം ഇതിനകത്ത്. മാർക്കറ്റ് ഒരു ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞിട്ട് ഒരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എടുത്തിട്ട് നിൽക്കുമായിരുന്നു. അതെടുത്ത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. പ്രൈസ് ഷേപ്പ്ഡ് ചെയ്ത് ഇത് കിട്ടി, ഇത് ഷിഫ്റ്റ് കിട്ടി. പക്ഷേ ഈ റീസെന്റ് ലിക്വിഡിറ്റി എടുത്ത് കഴിഞ്ഞിട്ട് പ്രൈസ് 1 hour ഫീജി മിറ്റിഗേറ്റ് ചെയ്തിട്ട് മുകളിലേക്ക് പോയി. പക്ഷെ നമുക്കൊരു ഡയറക്ഷൻ പ്ലെയിൻ ഇല്ലാഞ്ഞുകൊണ്ട് ഇന്നും ട്രേഡ് ഇല്ലായിരുന്നു, നോ ട്രേഡ് ആയിരുന്നു. ഞാൻ 4 hour റീസെന്റ് ലിക്വിഡിറ്റി നോക്കിയപ്പോൾ മിറ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഒന്നുമില്ല, റിജക്ഷൻ ബ്ലോക്ക് ഒന്നും ഇല്ല. റിജക്ഷൻ ബ്ലോക്ക് ഫോം ആയിട്ടില്ല. റിജക്ഷൻ ബ്ലോക്ക് ഫോം ആണെങ്കിൽ 3 ക്യാൻഡിൽ ഫോം ആണല്ലോ. 1, 2, 3 മൂന്നാമത്തെ ക്യാൻഡിലല്ലേ. അപ്പോൾ ഇത് റിജക്ഷൻ ബ്ലോക്ക് അവിടെ ഇല്ല. അത് കഴിഞ്ഞ് പ്രൈസ് അഗെയിൻ മുകളിലേക്ക് പോയി. ഇത് 4 hour റിജക്ഷൻ ബ്ലോക്ക് അഗെയിൻ പ്രൈസ് എടുത്ത് then 15 മിനിറ്റിൽ ഓർഡർ ബ്ലോക്ക് ഷിഫ്റ്റ് കിട്ടി. ഇപ്പം അത് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എടുത്തേക്കാണ്. ഇത് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലായിട്ടായിരിക്കും പോണത്. ഇവിടെ നോക്കുവാണെങ്കിൽ ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ഒന്നും ഇല്ല. 4 hourല് 4 hour to 4 hour ആണ്. അറിയില്ല എന്താണ് പ്രൈസിൻ്റെ ഇതൊന്നും. അത് പ്രൈസ് ആക്ഷൻ ആയിരുന്നു.